പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. മരണവിവരം തന്നെയാണ് അറിയിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം തന്നെ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ അടുത്തായിട്ട് തന്നെ നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോയത്. അപകടത്തിലും അബദ്ധത്തിലും അല്ലാതെയും മരണപ്പെട്ടവർ ഒട്ടനേകം. പടച്ചറബ് അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചറബ് കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഏറ്റവും വേദനയുണ്ടാക്കുന്ന മരണം, നമുക്ക് അറിയുന്നതും അറിയാവുന്നതുമായ നമ്മുടെ ഉറ്റവരുടെയൊക്കെ മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുക, അല്ലേ? ആ ഒരു സമയത്തായിരിക്കും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ആ ഒരു സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആ ഒരു കുറച്ച് സമയം നമ്മുടെ നാളേക്കുള്ള കൂട്ടിവെപ്പാണ്, നമ്മുടെ ആഖിറത്തിന് വേണ്ടി. പടച്ചറബ് നമുക്കൊക്കെ നല്ല രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം പടച്ചറബ് നൽകുമാറാകട്ടെ. ആമീൻ. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. കാരണം എനിക്കറിയാവുന്ന എൻ്റെ നാട്ടുകാരനായതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, നമുക്ക് ഏറ്റവും അടുത്തുള്ളവർ മരണപ്പെടുമ്പോഴാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. കണ്ണൂർ മുണ്ടേരി സ്വദേശിയായ ഫസലു എന്ന 40 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണത്തിന് എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടാകും, നമുക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നടക്കാൻ. അതുപോലെ തന്നെ ഫസലിൻ്റെ ഈ മരണത്തിനും ഒരു കാരണമുണ്ട്. ഫസൽ മരണപ്പെടുന്നത് UAE അജ്മാനിൽ വെച്ചാണ്. ഫസൽ എങ്ങനെയാണ് അജ്മാനിൽ വെച്ച് മരണപ്പെട്ടത്? ജോലി തേടി 2 ആഴ്ച മുന്നേ അജ്മാനിലെത്തിയതായിരുന്നു. അവിടെ വെച്ചാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. എന്താ ചെയ്യുക, ജോലിക്ക് പോയതായിരുന്നു. പാവം അവിടെ നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പടച്ചറബിലേക്ക് മടങ്ങി. അവിടെ പ്രവാസ ലോകം ഇന്ന് കണ്ണീരിലാണ്. മുണ്ടേരി ചാപ്പയിലെ ചാലിൽ ഇബ്രാഹിമിൻ്റെയും നസീമയുടെയും മകൻ ഫസലാണ് മരണപ്പെട്ടിരിക്കുന്നത്. 40 വയസ്സ്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഫസലിൻ്റെ ഈ അപ്രതീക്ഷിതമായ മരണം നമ്മുടെ നാട് തന്നെ ഷോക്കായി പോയിരിക്കുക. ജോലി തേടിപ്പോയവനും മരണപ്പെടുന്നത് അറ്റാക്കായി. കാലങ്ങളോളം ജോലി ചെയ്ത് തിരിച്ചു വരുന്നവനും മരണപ്പെടുന്നത് അറ്റാക്കായി. എത്രയെത്ര പ്രവാസികളാണ് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത്. പടച്ചറബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. പടച്ചറബ് ഇവരുടെ കുടുംബത്തിന് ഭാര്യ, ഉമ്മ, ഉപ്പ എല്ലാവർക്കും പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. വേറെ ഒരു മരണമുണ്ടായിരിക്കുന്നത് 19 വയസ്സുകാരനായ മുഹമ്മദ് അഫ്സലിൻ്റെതാണ്. അഫ്സൽ മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലാണ്. ഉളിയിൽ ദാറുൽ ഹിദായ സ്ഥാപനത്തിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഫ്സൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ വളോരിയിൽ വെച്ചാണ് വാഹനാപകടമുണ്ടാകുന്നത്. മട്ടന്നൂർ ഭാഗത്തേക്ക് അഫ്സൽ സഞ്ചരിച്ച സ്കൂട്ടർ എതിരെ വരുന്ന ഒരു ടിപ്പർ ലോറിക്ക് ഇടിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചികിത്സയിലായിരിക്കെ ഇന്നലെയായിരുന്നു മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വള്ളിത്തോട് 32 പുളിങ്ങോട്ട് ഹൗസിൽ പുളിയങ്ങോടൻ മുഹമ്മദ് കുട്ടി സൈനബ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫ്സൽ. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള മോനാണ്. എല്ലാവരും ദുആ ചെയ്യണം അവരുടെ കുടുംബത്തിനും. 59 വയസ്സ് പ്രായമുള്ള ആരിഫ എന്ന ഈ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഹജ്ജ് കർമ്മത്തിനിടെയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഭർത്താവിൻ്റെ കൂടെ ഹജ്ജിനെത്തിയതായിരുന്നു. ആരിഫ ഹജ്ജിലെ പ്രധാന കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിനിടയിൽ ഇവർക്ക് പനി ബാധിക്കുകയായിരുന്നു. ദുൽഹജ്ജ് 12 കല്ലേറ് പൂർത്തിയാക്കി മിനയിൽ നിന്നും നേരത്തെ മടങ്ങി അസീസിയിലെ താമസ സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ ഇവർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തു. ആരിഫയെ മക്കയിൽ തന്നെ ഖബറടക്കുകയും ചെയ്തു. എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ് നമ്മൾ ഓരോരുത്തരുടെയും മരണം നല്ലൊരു മരണമാക്കി തരട്ടെ. നല്ലൊരു ദിവസം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ,
പടച്ച റബ്ബേ, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഈ മരണപ്പെട്ടവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. മുത്ത് ഹബീബിൻ്റെ പൊരുത്തം ഇവർക്ക് കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ചെറുപ്പക്കാരാണ് റബ്ബേ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോകുന്നത്. പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.